നമസ്കാരം. കർണാടകയിലെ ലൈംഗിക വീഡിയോ വിവാദത്തിൽ JDS MP മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ചെറുമകനുമായ പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഹിബ്ബള്ളിയിൽ ചേർന്ന JDS കോർ കമ്മിറ്റി യോഗമാണ് പ്രജ്വലിനെതിരെ ഈ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരുന്നത് വരെയായിരിക്കും ഈ സസ്പെൻഷൻ നിലനിൽക്കുക. അതേസമയം കേസിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ആരുടെ സർക്കാരാണ് കർണാടക ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പ്രശ്നമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് അതിൽ ഒരു അന്വേഷണം ഇതുവരെയും ഉണ്ടാകാതെ പോയത് എന്ന ചോദ്യം കൂടി അമിത്ഷാ ഉന്നയിക്കുന്നു. ഇത് വളരെ ഗുരുതരമാണ്. ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അധികാരത്തിൽ ഇരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു വിഷയത്തിൽ നിങ്ങൾ നടപടിയെടുക്കാതെ പോയത്? പ്രിയങ്ക ഗാന്ധി ദയവ് ചെയ്ത് സിദ്ധരാമയ്യയോടും DK ശിവകുമാറിനോടും ഇതേപ്പറ്റി ചോദിക്കണം എന്നുകൂടി അമിത്ഷാ പറയുന്നുണ്ട്. നമുക്കറിയാം, കർണാടകത്തിൽ ഇത്തവണ BJP JDS കൂട്ടുകെട്ടും ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ JDSന്റെ ഒരു നേതാവ് ഈ പ്രജ്വലിനെതിരെയുള്ള ആരോപണം വന്ന സമയത്ത് എല്ലാവരും ഇത് NDAക്കെതിരെ, വിശേഷിച്ചും BJPക്കെതിരെ ആയുധമാക്കാം എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു. അത്തരത്തിലുള്ള കണക്കുകൂട്ടലൊക്കെയാണ് ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുന്നത്. കാരണം ഇത് NDAക്കെതിരെ ആയുധമാക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് മുന്നിലേക്കാണ് ഈ ആയുധം ഇപ്പോൾ കോൺഗ്രസിനെതിരെ തന്നെ അമിത്ഷാ തിരിച്ചിരിക്കുന്നത്. എന്തായാലും BJPയിലെ ഏറ്റവും അധികം തന്ത്രശാലിയായ നേതാവ് എന്നറിയപ്പെടുന്ന അമിത്ഷായ്ക്ക് അതിന് സാധിച്ചിരിക്കുന്നു. കാരണം ഇത് തീർച്ചയായും NDAക്കെതിരെ ഒരുപക്ഷെ വലിയൊരു ആരോപണമായി ഉയർന്നു വരേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ വാലിഡ് ആണ്. ആരാണ് ഈ കർണാടക എന്ന സംസ്ഥാനം ഭരിക്കുന്നത്? അവിടുത്തെ കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ട് ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കലും ആരോപണ വിധേയനായ JDS നേതാവിനെ, പ്രജ്വൽ രേവണ്ണയെ അനുകൂലിക്കുന്ന ഒരു പ്രസ്താവന പോലും BJPയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സസ്പെൻഷൻ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അമിത്ഷാ പറഞ്ഞിരുന്നു പ്രജ്വലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന്. അമിത്ഷാ എന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ JDS നേതൃത്വം ഈ പ്രജ്വലിനെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കർണാടക മൂന്നാം ഘട്ടത്തിൽ കൂടി വിധി എഴുതാൻ പോകുന്നുണ്ട്. തീർച്ചയായും ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾ വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മനസ്സിൽ വിചാരിക്കുമെന്ന് തന്നെയാണ് BJPയുടെ നേതൃത്വം ഉൾപ്പെടെ കരുതുന്നതും. 2019 അവർ നേടിയ മിന്നുന്ന ഒരു വിജയമുണ്ട്, തിളക്കമുള്ള ഒരു വിജയമുണ്ട്. ആരുമായും സഖ്യത്തിൽ ഏർപ്പെടാതെ ഒറ്റയ്ക്ക് 25 സീറ്റുകൾ കർണാടകത്തിൽ നേടിയെടുത്ത പാരമ്പര്യവും BJPക്കുണ്ട്. എന്തായാലും അതിന്റെയൊക്കെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ JDSനെ കൂടെ കൂട്ടിയത് എങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളത് ജൂൺ 4 മാത്രമേ അറിയാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക് VCT മലയാളം.